ഇത് കർത്താവിനെ പറ്റിയാണ് പറയുന്നത്. അതിരാവിലെ എഴുന്നേറ്റ് പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിനെ പറ്റി. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ പറ്റി എത്രമാത്രം നമ്മൾ ആമേൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ അതിരാവിലെ ദൈവത്തിനെ സീക്ക് ആഗ്രഹിക്കുന്നു, അതുപോലെ തന്നെ തന്റെ മക്കളോട് സമയം ചെലവിടാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് അതിരാവിലെ. ആമേൻ, ഹല്ലേലൂയ. പുറപ്പാടിന്റെ പുസ്തകം 34 നമുക്ക് വായിക്കുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, അതിന് മുമ്പത്തെ അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാം, മോശ മലമുകളിൽ കയറി പോന്നു, ദൈവത്തിനോട് 40 ദിവസം സമയം ചെലവിടുന്നു. അത് കഴിഞ്ഞ് താഴേക്ക് ആ കൽപ്പനകൾ ദൈവം വെള്ളം കൊണ്ട് എഴുതിയ കൽപ്പനകൾ കൊണ്ട് താഴോട്ട് വരുമ്പോൾ താൻ കാണുന്നത് ഇവ മോശ വരാൻ താമസിക്കുന്നത് കണ്ട് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ഈ ജനം ആരാധിക്കുന്നത്, പിന്നെ ദൈവത്തിന്റെ കോപമോട് വെളിപ്പെടുന്നതൊക്കെ കാണാം. വീണ്ടും 34 വരുമ്പോൾ ഹല്ലേലൂയ, ദൈവം മോശയോട് പറയാണ്, മോശെ നീ ആ പഴയ കൽപ്പലക 2 കൽപ്പലക നീ ഒരുക്കണം, ചെത്തി നീ സീനായ് മലമുകളിലേക്ക് നീ കടന്നു വരണം, അതിരാവിലെ കടന്നു വരണം. നീ വരുമ്പോൾ നിന്റെ കൂടെ ആരും കാണാൻ പാടില്ല, ആ സ്ഥലത്ത് കന്നുകാലികൾ പോലും കാണാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മോശ ഹല്ലേലൂയ അതിരാവിലെ എഴുന്നേറ്റ് 2 എംപ്റ്റി കൽപ്പലകകളുമായി ഹല്ലേലൂയ ചെത്തിക്കൊണ്ട് അവിടെ ദൈവസന്നിധിയിൽ പോയി നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഒന്ന് നോക്കി, അതിരാവിലെ ഹല്ലേലൂയ. മോശയല്ല പറഞ്ഞത് ദൈവത്തിനോട്, ദൈവം മോശയെ വിളിക്കുകയാണ് അതിരാവിലെ വരാൻ. ഹല്ലേലൂയ. അങ്ങനെ മോശ 2 കൽപ്പലകയും കൊണ്ട് പോകുന്നുണ്ട്, എംപ്റ്റി കൽപ്പലകയും കൊണ്ടാണ് പോകുന്നത്. മീനിങ് അത് നമ്മുടെ ഹൃദയവുമായി താരതമ്യം ചെയ്യാം. ഹല്ലേലൂയ. ഒരുക്കത്തോടെ തലേന്നായിരിക്കും അതൊക്കെ ഒരുക്കിയത്, അന്ന് രാവിലെ എഴുന്നേറ്റല്ല, തലേന്ന് തന്നെ ഒരുക്കത്തോടെ. അതുകൊണ്ടാണ് അതിരാവിലെ പോകാൻ പറ്റിയത്. ഹല്ലേലൂയ. ഒരുക്കത്തോടെ ഹല്ലേലൂയ, എംപ്റ്റി ഹാർട്ടോടെ ദൈവസന്നിധിയിൽ പോയി ദൈവം പറയുന്നതിനനുസരിച്ച് മോശ പോയി അവിടെ നിൽക്കുകയാണ്. ഹല്ലേലൂയ. മോശ പറയുന്ന മുമ്പേ, മോശ സംസാരിക്കുന്ന മുമ്പേ, മോശയുടെ ഹൃദയം അറിഞ്ഞ് ദൈവം മോശ എന്താ ചോദിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് അതിനുള്ള ഉത്തരം മോശ ചോദിക്കുന്ന മുമ്പ് തന്നെ ദൈവം അവിടെ പറയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വാക്യം 6 കാണാം, യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയും ഉള്ളവൻ, 1000 ദയ പാലിക്കുകയും അകൃതവും അതിക്രമവും പാവവും ക്ഷമിക്കുന്നവൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. ഹല്ലേലൂയ. അത് കഴിയുമ്പോൾ മോശയുടെ പ്രാർത്ഥന കാണണം. ഹല്ലേലൂയ. കർത്താവേ, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ കർത്താവ് ഞങ്ങളുടെ മധ്യേ നടക്കണമേ. ഇത് ദുഷ്ടാഠ്യം ഉള്ള ജനം തന്നെ, എങ്കിലും ഞങ്ങളുടെ അകൃത്യവും പാവവും ക്ഷമിച്ച് ഞങ്ങളെ നിന്റെ അവകാശമാക്കണമേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. മോശയുടെ പ്രാർത്ഥന എന്തായിരുന്നു? ദൈവം തന്നോട് ക്ഷമിക്കണം, തന്റെ ജനത്തിന്റെ മധ്യയിൽ വസിക്കണമെന്ന്. അത് ചോദിക്കും മുമ്പേ, പ്രാർത്ഥിക്കും മുമ്പേ, അതിന് മുമ്പ് തന്നെ ദൈവം പറയാണ്, ഞാൻ കരുണയും ദീർഘക്ഷമയുമുള്ള ദൈവമാണ്. നിന്റെ പാപങ്ങളോടും അതിഥ്യങ്ങളോടും ക്ഷമിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ.